ഹായ് കൂട്ടുകാരെ. അങ്ങനെ അവന്തികയുടെ നീക്കങ്ങൾ പാളിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. അവന്തിക ആരതി വർമ്മയുടെ വാക്കുകൾ കേട്ട് ഭയത്തോടെ ഈ കേസ് താൻ വിജയിക്കുമോ എന്ന ആശങ്ക അവന്തികയുടെ മനസ്സിനെ അലട്ടിയതിനാൽ അതിന് മുന്നോടിയായിട്ട് ഗോകുലിനെയും അർച്ചനയും തളയ്ക്കാനായിട്ടുള്ള പദ്ധതിയും മെനഞ്ഞായിരുന്നു. നേരെ ഗോകുലിന്റെ വീട്ടിലേക്ക് അവന്തിക എത്തിയത്. അവിടെ എത്തിയ അവന്തിക ഗോകുലിന്റെ അമ്മ മാത്രമേ അവിടെ തനിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. രാജീവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോയിരിക്കുന്നതിൽ മറ്റാരും തന്നെ വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ അവന്തിക ഗോകുലിന്റെ അമ്മയുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. അങ്ങനെ ശോഭയോട് വളരെ അടുത്ത് സംസാരിക്കുകയും കിച്ചണിൽ ശോഭയോടൊപ്പം ചെന്ന് ചായ ഇടുന്നതിനോടൊപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നു. മാത്രമല്ല ഗോകുലിന്റെയും അർച്ചനയുടെയും വിവാഹ ജീവിതത്തെക്കുറിച്ചും അവരെ ഒന്നിപ്പിക്കുന്നതിനെക്കുറിച്ചും ശോഭയുടെ ആ ആഗ്രഹത്തെക്കുറിച്ചും ഒക്കെ അവന്തിക സംസാരിക്കുമ്പോൾ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ശോഭയുടെ മനസ്സിൽ ഇതെങ്ങനെ അവന്തിക അറിഞ്ഞു എന്നൊരു സംശയം തോന്നുകയും അതിനെക്കുറിച്ച് അവന്തികയോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. തൽക്കാലം താൻ ഇതൊക്കെ മനസ്സിലാക്കിയെന്നും താൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് തൽക്കാലം അമ്മ അറിയണ്ടായെന്നും പക്ഷെ അമ്മയുടെ ആഗ്രഹം നേടിയെടുക്കുന്നതിന് തങ്ങളൊപ്പം ഞാനും കൂടി ഒപ്പം നിൽക്കാമെന്നും എത്രയും പെട്ടെന്ന് അർച്ചനയുടെയും ഗോകുലിന്റെയും വിവാഹം നടത്തണമെന്ന് പറയുമ്പോൾ ശോഭയും അതുതന്നെയാണ് മനസ്സ് നിറഞ്ഞ് ആവശ്യപ്പെടുന്നത്. തന്റെ മോന്റെ ജീവിതം തകർന്നു പോയ ആ സാഹചര്യത്തിൽ നിന്ന് അവനെ പിടിച്ചുയർത്തിയത് ഈ സമൃദ്ധയുടെ വരവായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സമൃദ്ധ ഇനി അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെന്നും അവനിപ്പോൾ സമൃദ്ധയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ എന്റെ മോന്റെ ജീവിതം സുരക്ഷിതമാകാൻ അവരുടെ വിവാഹം നടക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ശോഭ അറിയിക്കുമ്പോൾ ആ വാക്കുകൾ കേൾക്കുന്ന അവന്തിക പറയുന്നത് അതെന്തായാലും നടന്നത് ഒരു കുറ്റകൃത്യമായി ആണ് എങ്കിൽ പോലും ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് എല്ലാവരുടെയും ജീവിതത്തെ നല്ല രീതിയിൽ ബാധിച്ചത് കൊണ്ട് തന്നെ ഇനിയും ഗോകുലിന്റെയും സമൃദ്ധിയുടെയും ഒന്നിച്ചുള്ള ഒരു ജീവിതത്തിന് താനും ഒപ്പം നിൽക്കുമെന്നും അതിനു വേണ്ട എല്ലാ സഹായം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അവന്തിക അറിയിക്കുന്നു. അങ്ങനെ തന്റെ ഈ ആവശ്യം നേടിയെടുക്കാനായി കൂടെ ഒരാൾ കൂടി സഹായത്തിനുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ശോഭയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവന്തിക അപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് ഗോകുലിന്റെയും അർച്ചനയുടെയും വിവാഹം നടക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും സച്ചിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് അർച്ചനയ്ക്കുണ്ടാവില്ല. അത് തന്നെ സംബന്ധിച്ച് ഒരു സുരക്ഷിതമായ ഒരു താവളം തന്നെയാണ്. കാരണം സച്ചിയിലേക്ക് ഒരു തിരിച്ചുപോക്ക് അർച്ചനയ്ക്ക് ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും അവരുടെ കുടുംബത്തിന് ജയിക്കാനാവില്ല എന്നും എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ അർച്ചന തിരിച്ചു ചെന്നാൽ അത് സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാവരെയും നാല് വഴിക്കാക്കി പിരിക്കാൻ തനിക്ക് സാധിക്കുമെന്നുമുള്ള അഹങ്കാരം അവന്തികയുടെ ഉണ്ടായതിനാൽ അർച്ചനയെ പൂട്ടാനായിട്ട് ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല എന്നതായിരുന്നു അവന്തികയുടെ ഏറ്റവും വലിയൊരു ചിന്ത. അതുകൊണ്ട് തന്നെ ആ തന്ത്രം കൃത്യമായി തന്നെ ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയായിരുന്നു ശോഭയുടെ അറിഞ്ഞെടുക്കാനും ശോഭയുടെ മനസ്സിലേക്ക് ഒരിടം കണ്ടെത്താനുമായിട്ടുള്ള അവന്തികയുടെ ആ നീക്കം അത് കൃത്യമായി കുറുക്കിക്കൊള്ളുകയും ചെയ്യുന്നു. ഒടുവിൽ അവന്തികയെ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ശോഭ സ്നേഹിക്കുകയും അവന്തികയ്ക്ക് ചായ കൊടുക്കുന്നതോടൊപ്പം വിശേഷങ്ങളൊക്കെ പറയുന്നതിന്റെ കൂടെ ഇസബല്ലയുടെ ഗോകുലിന്റെ യഥാർത്ഥ ഭാര്യയുടെ വിവരങ്ങൾ കൂടി അവന്തിക അന്വേഷിച്ചു. മുമ്പ് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്ന ആ ഇസബല്ലയെ കുറിച്ചും അതുകൊണ്ടാണല്ലോ ഇസബല്ലയ്ക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായതെന്നുമൊക്കെ അന്വേഷിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അവന്തികയോട് ആശങ്കയോടെ ശോഭ ഇതെല്ലാം മോൾ എങ്ങനെയാ അറിഞ്ഞത് എന്ന് അന്വേഷിച്ചു. അതൊക്കെ താൻ അറിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ അമ്മ ആലോചിക്കുകയോ ചെയ്യേണ്ടതില്ല. എന്തായാലും അവരെ ഒന്നിപ്പിക്കാൻ ഇനി ഞാനും അമ്മയ്ക്കൊപ്പം ഉണ്ടാകും. അമ്മയുടെ ഈ കുടുംബത്തിന്റെ സുരക്ഷിതത്വം അതിപ്പോൾ എൻ്റെ കൂടി ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണെന്നും ഞാനും ഇപ്പോൾ ഈ കുടുംബത്തിലെ ഒരംഗമായല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യം കൂടി എനിക്ക് അമ്മയോട് പറയാനുള്ളൂ. എനിക്കിതൊക്കെ അറിയാമെന്നുള്ള കാര്യം അമ്മ ഒരു കാരണവശാലും ഗോകുലിനോടും സമൃദ്ധിയോടും പറയണ്ടായെന്നും ഞാനെപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് അവന്തിക അറിയിച്ചു. അങ്ങനെ ചായ കുടിക്കുന്നതിനിടയിൽ സന്തോഷത്തോടെ അവർ സംസാരിക്കുമ്പോഴാണ് വൃന്ദാവനത്തിലേക്ക് ആരതി വർമ്മ അപ്രതീക്ഷിതമായി എത്തുന്നത്. ആതിരയും കമലമ്മയും കൂടി ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കരികിലേക്ക് എത്തിയ ആരതി ചോദിച്ചു, അല്ല സച്ചി എവിടെ? ഞാൻ കുറെ നേരമായി സച്ചിയെ വിളിക്കുന്നു, സച്ചി ഇവിടെ ഇല്ലേ എന്ന് അന്വേഷിച്ചപ്പോ മുറിയിലുണ്ട്, ആകെ വിഷമിച്ചിരിക്കുക അവനെന്ന് കമലമ്മ മറുപടി നൽകി. എന്തിനാണ് ഇങ്ങനെ ഒരു വിഷമമെന്ന് ചോദിച്ചപ്പോ വേറെന്താ, അവന്റെ സ്വന്തം മനുഷ്യനല്ലേ ഇപ്പോ അവന്തികയോടൊപ്പം കൂട്ടുചേർന്ന് ഈ കുടുംബത്തെ തകർത്തെറിയുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ചേട്ടനും അനുജനുമാകുമ്പോൾ പരസ്പരം ഇതുപോലെയുള്ള പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായേക്കും. പക്ഷേ ഇങ്ങനെ ഒരു ചതി സന്ദീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ കമലമ്മ പറയുമ്പോൾ അത് സച്ചിയുടെ മനസ്സാകെ തകർത്ത് കളഞ്ഞു എന്നറിയിച്ചതും ആരതി പറഞ്ഞു, എന്തായാലും
ഇത് കാര്യമാക്കേണ്ടതില്ല. ചേട്ടനും അനിയനും ആവുമ്പോ ഇങ്ങനെയുള്ള ചില പരിഭവങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകും. അത് സ്വാഭാവികമല്ലേ അമ്മേ? അതൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് ആരതി അവരെ ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ സച്ചിയെ കാണുവാനായി മുറിയിലേക്ക് ചെല്ലുന്നു. സച്ചി ആരതിയോട് ഇരിക്കുവാനായി പറഞ്ഞ് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നുള്ള ആരതിയുടെ ചോദ്യം കേട്ട് സച്ചി പറഞ്ഞത്, ഇപ്പോ എൻ്റെ എല്ലാ വിശ്വാസവും പോയി. ഞാൻ ഇപ്പോ ഈ കേസ് നടത്തുന്നത് പോലും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും എൻ്റെ കുടുംബം സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടുമാണ്. പക്ഷെ ഇപ്പോൾ അവന്തികയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന സന്ദീപ് എല്ലാ രീതിയിലും ഞങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സേതുമാധവന്റെ മക്കളിൽ ഒരാൾ അവിടെ അവന്തികയുടെ അടിമപ്പണി ചെയ്യുന്നുവെന്ന് അറിഞ്ഞാൽ അതിൽ പരം വലിയൊരു വിജയം അവൾക്കിന് നേടേണ്ടതായിട്ടുണ്ടോ? അത് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എന്റെ മനസ്സ് തകർത്ത് കളയുകയാണ്. അവൻ മറ്റെവിടെ വേണമെങ്കിലും എന്ത് ജോലിക്ക് വേണമെങ്കിലും പൊയ്ക്കോട്ടെ, പക്ഷേ ആ അവന്തികയുടെ സഹായം, അവളുടെ ജോലിക്കാരനായി അവൻ മാറിയതാണ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. സേതുമാധവന്റെ മകൻ എന്നുള്ള ആ ഒരു പദവി അത് അവൻ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. എൻ്റെ അച്ഛനോട് അവൻ അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ അച്ഛനോടുള്ള സ്നേഹം അവൻ ഇങ്ങനെയായിരുന്നില്ല കാട്ടേണ്ടിയിരുന്നത്. ഇത് ഈ ഒരു പ്രവൃത്തിയിലൂടെ എന്നെ ആകെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് അവൻ എന്നെല്ലാം വേദനയോടെ സച്ചി അറിയിക്കുമ്പോൾ ആരതി പറഞ്ഞു, സച്ചി ഇങ്ങനെ സങ്കടപ്പെടാതെ, ഇതിനൊരു പോംവഴി നമുക്ക് കണ്ടെത്താം. എന്തായാലും എല്ലാം നമുക്ക് തിരികെ നേടാൻ കഴിയും അവന്തികയിൽ നിന്ന് തന്നെ. അപ്പോ ഇപ്പോഴുണ്ടായ സന്ദീപിന്റെ തെറ്റിദ്ധാരണയെല്ലാം മാറി സന്ദീപ് തീർച്ചയായിട്ടും സച്ചിയിലേക്ക് മടങ്ങി വരും. ഒരിക്കലും ഒരാൾക്കും രക്തബന്ധത്തെ പിടിച്ചു നിർത്താനാവില്ല. രക്തബന്ധത്തെ പരസ്പരം അകറ്റി നിർത്താനും കഴിയില്ല. അതെന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ അതിന് പ്രതിബന്ധമായി വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് അവർ ഒന്നിക്കുക തന്നെ ചെയ്യും. അതാണ് രക്തബന്ധത്തിന്റെ ശക്തിയെന്ന് ആരതി അറിയിച്ചു. അപ്പോഴേക്കും സച്ചിയാകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മുറിയിലേക്ക് ആതിര എത്തി. എനിക്ക് രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. സച്ചിയേട്ടനും വക്കീലും ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളോട് രണ്ടുപേരോടുമായിട്ടാണ് എനിക്ക് പറയാനുള്ളതെന്ന് അറിയിച്ചപ്പോൾ എന്താണ് കാര്യമെന്ന് സച്ചി അന്വേഷിച്ചു. അപ്പോഴേക്കും ആതിര പറഞ്ഞു, വക്കീലെ, എനിക്ക് ഡിവോഴ്സ് വേണം. സന്ദീപിൽ നിന്ന് എനിക്ക് ഡിവോഴ്സ് വേണം. അത് കേട്ടതും സച്ചി ആകെ ഞെട്ടലോടെ ചാടി ഇരുന്നിട്ടു, മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആതിര പറഞ്ഞു, അതെ സച്ചിയേട്ടാ, ഇനി ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടനെ ആരതി ചോദിച്ചു, അല്ല ആതിര, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം ഇപ്പോഴുണ്ടോ? നിങ്ങൾക്കിടയിൽ ഇപ്പോഴുള്ളത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ഇപ്പോ സന്ദീപ് ആ അവന്തികയോടൊപ്പം ചേർന്നു എന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും അത് കേട്ടതോടെ ആതിര പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ അവനുമായിട്ട് പിരിയാൻ തന്നെ എടുത്ത കാരണവും. അവനുമായിട്ടൊരു ജീവിതം ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ആ അവന്തികയുടെ പക്ഷം ചേർന്ന് അവർക്ക് ഒപ്പം നിൽക്കുന്ന സന്ദീപിനെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനും ആവില്ല. ഡിവോഴ്സ് വേണ്ട പേപ്പേഴ്സ് ഒക്കെ വക്കീൽ റെഡിയാക്കിക്കോ. സന്ദീപിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകില്ല. ഇനി ഈ കാര്യത്തിൽ ഉടനെ തന്നെ സച്ചിയേട്ടനും വക്കീലും ഒരു തീരുമാനം എടുക്കണം. ഇനി ഇതിന് വക്കീലിന് സമ്മതം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വക്കീലെ കണ്ടോളാം എന്ന് പറഞ്ഞ് ആതിര അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് മറുപടി പറയണമെന്നും എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നറിയാതെ സച്ചിയും ആരതിയും ആകെ ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുമ്പോഴാണ് അവന്തിക അസോസിയേറ്റ്സിലേക്ക് സന്ദീപിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. സന്ദീപിനെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ അവന്തികയെ വിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂ കമർ ഉണ്ട് എന്ന് പറഞ്ഞ് ന്യൂ ജോയിനിങ് ഒരാൾ കൂടി ഉണ്ട് എന്ന് അറിയിച്ച് അവിടെയുള്ള എല്ലാവരെയും സന്ദീപിനെ കൂടി പരിചയപ്പെടുത്തി. സന്ദീപിന്റെ ആ ഒഫീഷ്യൽ ആ എക്സിക്യൂട്ടീവ് ലുക്ക് കണ്ട് അടുത്ത് നിന്ന് മൂർത്തി പറഞ്ഞു, സന്ദീപിനെ ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് കൃത്യമായി അതിന് മറുപടി ഒന്നും പറയാതെ ഒരു പുച്ഛഭാവം മാത്രം മുഖത്ത് വരുത്തി സന്ദീപ് അവന്തികയോടൊപ്പം ആ ക്യാബിനിലേക്ക് കയറി. ക്യാബിനിലേക്ക് ചെന്നപ്പോൾ സന്ദീപിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് തന്റെ സച്ചേട്ടനോടൊപ്പം മുമ്പ് ഈ ക്യാബിനിൽ എത്ര തവണ താൻ നിന്നിട്ടുണ്ടെന്നും ബിസിനസ് സംബന്ധമായിട്ടുള്ള പല ഡിസ്കഷനുകളും നടത്തിയിരുന്ന ആ ഒരു ക്യാബിനെ കുറിച്ച് ആ നിമിഷം സന്ദീപിന്റെ മനസ്സിലേക്ക് ഓർമ്മകൾ ഓടിയെത്തിയപ്പോൾ അവന്തിക സന്ദീപിനോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ അതിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, ഒന്നുമില്ല, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് നൽകിയല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതാണ് എന്ന് സന്ദീപ് ഇങ്ങനെ പറയുമ്പോഴേക്കും അവന്തിക പറഞ്ഞു, സന്ദീപേ, ഈ ഒരു അവസ്ഥയിൽ നീ സച്ചി എനിക്കെതിരായി നൽകിയിരിക്കുന്ന ഈ കേസിന് നീ എൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി വന്നിരിക്കുന്ന ഓഫറുകൾ ഇതിനേക്കാളും വലുതാണ്. നിനക്ക് ഇവിടെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നിന്നെ കാത്തിരിക്കുന്നത് വലിയ വലിയ ഓഫറുകൾ വേറെയാണ് എന്നറിയിച്ചപ്പോൾ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാം, വേണമെങ്കിൽ ഈ നിമിഷം നിനക്ക് ഒരു ഡിസിഷൻ എടുക്കാം, ഇല്ലെങ്കിൽ നിനക്ക് ഈ ഓഫറും ഉപേക്ഷിച്ച് ഇവിടുന്ന് മടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എന്നും എൻ്റെ കൂടെ നീ ഉണ്ടാകുമെങ്കിൽ എനിക്ക് അതൊരു വിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസം നീ എനിക്ക് നൽകണമെന്ന് അവന്തിക അറിയിക്കുമ്പോൾ സന്ദീപ് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാനെന്നും ഒപ്പം ഉണ്ടാവും, നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ
അവന്തിക സന്ദീപിനെ ആ ചെയറിലേക്ക് പിടിച്ചിരുത്തുമ്പോൾ അവന്തികയെ തനിക്ക് നേരെ നീട്ടിയ ആ ചെയറിൽ ചെന്ന് സന്ദീപ് ഇരുന്നു. അപ്പോഴേക്കും സന്ദീപ് ആ ചെയറിലേക്ക് ഇരിക്കുമ്പോൾ അവന്തിക ആലോചിച്ചത്, അന്ന് സച്ചിയും സന്ദീപും ഒന്നിച്ചു നിന്നാൽ തന്നെ തകർത്തെറിയുന്നതോടൊപ്പം സച്ചിയെ ഇല്ലാതാക്കാൻ സന്ദീപിനെ കൂട്ടുപിടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്ന്, ഏറ്റവും വലിയ ആയുധം എന്നതായിരുന്നു അവന്തികയുടെ കണ്ടെത്തൽ. സന്ദീപ് ആ ചെയറിലേക്ക് ചെന്നിരുന്നത് സന്ദീപിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്, എൻ്റെ കുടുംബത്തെയും എൻ്റെ അച്ഛനെയും ചതിച്ചിട്ടാണ് നിങ്ങൾ ഈ കണ്ട സ്വത്തുക്കൾ നേടിയത്. ചതിയിലൂടെയാണല്ലോ നിങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചത്. അതേ അതേ വിദ്യ തന്നെ താനും പ്രയോഗിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടായിരുന്നു സന്ദീപ് ആ ചെയറിലേക്ക് ചെന്നിരുന്നത്. എന്നാൽ സന്ദീപ് തന്റെ പക്ഷത്തായി എന്ന വിശ്വാസത്തിൽ അവന്തിക മൂർത്തിയോട് അതിനെക്കുറിച്ച് വീട്ടിലെത്തിയതിനു ശേഷം സംസാരിച്ചു. എന്തായാലും ഇതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നും ഇനി ഗോകുലിനെ കൂടി നമ്മുടെ വരുതിയിലാക്കേണ്ടതുണ്ടെന്ന് അവന്തിക അറിയിക്കുമ്പോൾ അതും ശരി തന്നെയാണെന്ന് മൂർത്തി തലകുലുക്കി. പിന്നെ ഇപ്പോഴുള്ള സൗഹൃദം വെച്ച് ഗോകുലിനെ നമ്മുടെ പക്ഷത്തേക്ക് ചേർക്കാൻ ആവില്ലേ എന്ന് മൂർത്തിയുടെ ചോദ്യത്തിന് അവന്തിക നൽകിയത് അത്ര പെട്ടെന്നൊന്നും നമ്മളെ ആവശ്യം അംഗീകരിച്ചു തരുന്ന ഒരു സ്വഭാവക്കാരനല്ല ഈ ഗോകുൽ. അയാളെ കുറിച്ച് അയാൾ അത്ര വേഗമൊന്നും അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയും ഒരാൾക്കും അങ്ങനെ നൽകാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ അയാൾ സമർപ്പിക്കുക എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എന്ന് മാത്രമായിരുന്നു അവന്തിക മൂർത്തിയോട് പറയുന്നത്. എല്ലാം കേട്ടതിന് ശേഷം അവന്തികയുടെ ആ ഒരു ആശങ്കയോടെയുള്ള വാക്കുകൾ മൂർത്തിക്ക് വല്ലാത്ത അതിശയമുണ്ടാക്കി. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണമല്ലോ എന്ന ചിന്ത മൂർത്തിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്താണ് മേഡം ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞത്, എത്രയും വേഗം ഗോകുലിനെ ഒന്ന് കാണണം, ഏതെങ്കിലും വിധേന ഗോകുലിനെ സ്വാധീനിക്കണമെന്ന് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അയാൾ ഒരു ചാണക്യ ബുദ്ധിയാണ് അയാൾക്കുള്ളതെന്ന് കൂടി മൂർത്തിയോട് പറയുമ്പോഴേക്കും ഗോകുലിന്റെ ഫോൺ കോൾ അവന്തികയെ തേടിയെത്തി. ഇത് കണ്ടതും അവന്തിക പറഞ്ഞു തീർന്നില്ല, 100 ആയുസാണ്, കണ്ടില്ലേ വിളി വന്നത് എന്ന് പറഞ്ഞ് വേഗം കോൾ എടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭാഷണമായിരുന്നു അവന്തിക തുടങ്ങിയത്. ഹലോ ഗോകുൽ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കുശലാന്വേഷണത്തിനല്ല വിളിച്ചത് എന്നതായിരുന്നു ഗോകുലിന്റെ മറുപടി. ഞാൻ വിളിച്ചത് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം പറയുവാനായിട്ടാണ്. നാളെ കേസിന്റെ ഭാഗമായിട്ട് അവന്തികയുടെ മൊഴി എനിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ 10 മണിക്ക് കൃത്യം 10 മണിക്ക് തന്നെ അവന്തിക എൻ്റെ ഓഫീസിൽ വരണമെന്ന് അറിയിച്ചപ്പോൾ അവന്തിക ചോദിച്ചു, അല്ല ഗൂഗിൾ, നമ്മൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യകതയുണ്ടോ? ഞാൻ വീട്ടിലേക്ക് വരാം, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു, വേണ്ട, അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഒരു കാരണവശാലും എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക്, ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ വീട്ടിൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്താറില്ല. അതുകൊണ്ട് നാളെ കൃത്യം 10 മണിക്ക് ഷാർപ്പ് 10 o'clock തന്നെ അവന്തിക എത്തിയിരിക്കണമെന്ന് പറഞ്ഞ് ഗൂഗിൾ ഫോൺ വയ്ക്കുമ്പോഴേക്കും അവന്തിക ആകെ ടെൻഷനോടെ മൂർത്തിയോട് പറഞ്ഞു, ഗൂഗിൾ ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല. അയാള് വളരെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാളോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു ഗൂഗിളിന്റെ വാക്കുകൾ. എന്തായാലും നേരിട്ട് ചെന്ന് സംസാരിക്കുമ്പോൾ ഗൂഗിളിനെ നമ്മുടെ വരുതിയിലാക്കുക, നമ്മൾ ഗൂഗിളിനെ വിലക്കെടുക്കുന്നതിനേക്കാൾ, അതിനൊരു ശ്രമം നടത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ മറ്റൊരാളാക്കി മാറ്റേണ്ടതാണ്. ഈ ഗൂഗിളിനെ മാറ്റി മറ്റൊരാളെ നിയമിക്കുക, അതായത് നമുക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് നൽകുന്ന ഒരാളെ നിയമിക്കുക, അതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുക. അത് മാത്രമായിരിക്കും ഈ ഒരു കാര്യത്തിൽ നമുക്ക് അനുകൂലമായ ഒരു വിധി വരുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും ഗൂഗിൾ നമുക്ക് അനുകൂലമായി ഒരു റിപ്പോർട്ട് നൽകാൻ പോകുന്നില്ല. ന്യായം നമ്മുടെ ഭാഗത്തല്ല എന്ന് ഗൂഗിള് മുൻപേ തന്നെ വിധി എഴുതിയത് ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി ഗൂഗിളിനെ കണ്ട് സംസാരിച്ചിട്ടോ ഗൂഗിളിൽ നിന്ന് അനുകൂലമായ ഒരു നീക്കം നമുക്ക് നേരെ ഉണ്ടാകുമെന്നോ ഒട്ടും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അവന്തിക മൂർത്തിയോട് അറിയിച്ചു. അതും ഒരു രീതിയിൽ ശരി തന്നെയാണെന്ന് മൂർത്തിയും ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴി കണ്ടെത്തിയേ തീരൂ എന്ന് ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് സന്ദീപ് തൽക്കാലം തന്റെ വലയിൽ ഉള്ളത് കൊണ്ട് തന്നെ സന്ദീപിനെ കൊണ്ട് മൊഴി നൽകിക്കുകയാണെങ്കിൽ തനിക്കെതിരെ ഇപ്പോൾ ആരതി കോർട്ടിൽ ഹാജരാക്കിയിരിക്കുന്ന ആ ക്രിമിനൽ കേസിന് തനിക്ക് അനുകൂലമായിട്ടൊരു വിധി നൽകാൻ, ഒരു മൊഴി നൽകുവാൻ സന്ദീപിന് സാധിക്കും. അതോടെ ആ കേസിൽ തനിക്ക് വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് അവന്തിക തീരുമാനിച്ചു. അക്കാര്യം ഓഫീസ് ടൈം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ സന്ദീപിന്റെ അടുത്തെത്തി അവന്തിക അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നീ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകുന്ന പോലെ ഇനി ഈ ഒരു കേസിൽ നീ എനിക്ക് അനുകൂലമായി തന്നെ നിൽക്കണം. സച്ചി കൊടുത്തിരിക്കുന്ന കേസിൽ അനുകൂലമായ മൊഴി നീ എനിക്ക് വേണ്ടി നൽകണമെന്നതായിരുന്നു അവന്തികയുടെ ആവശ്യം. സന്ദീപ് അല്പനേരത്തേക്ക് ഒന്ന് ആലോചിച്ചിട്ട്
അതിന് യെസ് എന്ന മറുപടി നൽകെ തന്നെ സന്ദീപ് നൽകുന്നു. അതോടെ അവന്തികയ്ക്ക് തന്റെ മേലുള്ള ആ സന്ദീപിന്റെ മേലുണ്ടായിരുന്നുള്ള ആ സംശയം പൂർണ്ണമായും മാറുകയും സന്ദീപിന്റെ മേൽ പൂർണ്ണമായും വിശ്വാസം തോന്നുകയും ചെയ്യുന്നു. അതിനുശേഷം സന്ദീപ് അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുത്തിട്ട് ഇനി കോർട്ടിൽ വെച്ച് അവന്തികയുടെ മേൽ ഉണ്ടാകാൻ പോകുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് സന്ദീപ് ആലോചിച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയും അർച്ചന റൂമിൽ അങ്ങനെ ഇരുന്നപ്പോ ഇടിമിന്നൽ റൂമിലേക്ക് കയറി വന്നതോടെ അർച്ചനയുടെ മനസ്സിൽ മറ്റെന്തോ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്നു. അർച്ചന ഉറക്കെ അമ്മയെ എന്ന് അവിടെ നിന്ന് നിലവിളിക്കുന്ന ആ നിമിഷത്തിൽ അർച്ചനയുടെ മനസ്സിൽ ഇതിനു മുൻപുണ്ടായ ആ ഒരു ഇൻസിഡന്റ് ഓടിയെത്തുകയാണ്. മുമ്പൊരു വട്ടം ഇങ്ങനെ ഇടിമിന്നൽ ഉണ്ടായപ്പോൾ നിലത്ത് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന അർച്ചന ഭയത്തോടെ സച്ചിയുടെ അരികിലേക്ക് ഓടി ആ ബെഡിലേക്ക് ഓടി കയറി കിടന്ന ആ ഒരു നിമിഷം അർച്ചനയുടെ മനസ്സിലൊരു മിന്നായം പോലെ അങ്ങ് കടന്നു പോകുന്നു. പിന്നീട് അർച്ചനയുടെ മനസ്സിൽ എന്തൊക്കെയോ കുറെ ചിന്തകൾ ഓടിയെത്തുകയാണ്. എന്തൊക്കെയോ കുറെ അവ്യക്തമായ ദൃശ്യങ്ങൾ അർച്ചനയുടെ മനസ്സിലൂടെ പാഞ്ഞു പോന്നു. കുറേയേറെ ഓർമ്മകൾ അർച്ചനയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. താൻ മുമ്പ് മറ്റേതോ ഒരു ഡോക്ടറിനെ, ഒരു സൈക്കാട്രിസ്റ്റിനെ താൻ കൺസൾട്ട് ചെയ്തിരുന്നു എന്നൊരു ചിന്ത അർച്ചനയുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ആകെ പുകമറ സൃഷ്ടിച്ചു വെച്ചിരുന്ന അർച്ചനയുടെ പഴയകാല ഓർമ്മകളിൽ ആ മഞ്ഞുകാലം മാഞ്ഞു തുടങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന ആ പുകമറ എന്നേക്കുമായി ഉരുകി ഒലിച്ച് തീരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക്, എല്ലാം തെളിഞ്ഞു വരുന്ന ആ ഒരവസ്ഥയിലേക്ക് അർച്ചനയുടെ ജീവിതം വഴിമാറിപ്പോകുന്നു എന്ന സത്യം ഞെട്ടലോടെ ശോഭയും ശിശിരയും മനസ്സിലാക്കുന്നത്. ഇടിമിന്നൽ വന്നപ്പോൾ ഭയത്തോടെ നിലവിളിച്ച അർച്ചനയ്ക്കരികിലേക്ക് ഓടി വന്ന ശോഭയും ശിശിരയും എന്തു പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് അർച്ചനയ്ക്ക് ഒരു ഓർമ്മ വന്നത് താൻ മറ്റെവിടെയോ ആണ് എന്ന രീതിയിലായിരുന്നു. ഒരു നിമിഷത്തേക്ക് നിങ്ങൾ ആരാണെന്നുള്ളൊരു ചിന്ത അർച്ചന മനസ്സിൽ ഓടി എത്തിപ്പോയി. ശിശിരയോടും ശോഭയോടും ആരാണ് എന്ന് അർച്ചന അന്വേഷിച്ചപ്പോൾ ആകെ ഞെട്ടലോടെ അവർ രണ്ടുപേരും ഇരുന്നു. മോളെ സമൃദ്ധ എന്ന് അടുത്തിരുന്ന് ശോഭ വിളിക്കുമ്പോഴേക്കും കുറച്ചു നേരത്തെ ആ ഒരു സൈലൻസിന് ശേഷം വീണ്ടും അർച്ചനയുടെ സബോധം സമൃദ്ധ എന്ന ആ വ്യക്തിയുടെ ബോധം തിരിച്ചെത്തി. ഉടനെ സമൃദ്ധി ചോദിച്ചു, എന്താ അമ്മേ എന്ന് അന്വേഷിച്ചപ്പോ, അല്ല മോളിപ്പോ എന്താ അങ്ങനെ ചോദിച്ചു, ഞങ്ങൾ ആരാണെന്ന് എന്ന് അന്വേഷിച്ചപ്പോ അർച്ചന പറഞ്ഞു, അല്ല ഒരു മിന്നലിപ്പോൾ ഉണ്ടായപ്പോ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ചിത്രങ്ങൾ കടന്നു വന്നു. പെട്ടെന്ന് എന്തൊക്കെയോ നഷ്ടമായ പോലെ അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് ഓടിയെത്തി. അതിനിടയിൽ ഞാൻ മുമ്പ് എവിടെയോ ഏതോ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതുപോലെ അങ്ങനെ ഒരു ഓർമ്മയും തന്റെ മനസ്സിലേക്ക് എത്തി. എന്തോ വല്ലാതെ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് അർച്ചന കുറച്ചു നേരം തനിച്ചു കിടക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് പുറത്തേക്കിറങ്ങിയ ശിശിര ശോഭയെ ഭീഷണിപ്പെടുത്തുകയാണ്. അമ്മ ഇനി കൂടുതൽ സൂക്ഷിക്കണം. ഇപ്പോൾ ഒരു മിന്നലുണ്ടായപ്പോൾ അവളുടെ മനസ്സിൽ അമ്മ ഇല്ലാതാക്കി കളഞ്ഞുവെന്ന് അമ്മ സ്വയം അഹങ്കരിച്ചിരുന്ന ആ സത്യങ്ങളൊക്കെ അവളിലേക്ക് തിരിച്ചു വരികയാണ്. അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഓർമ്മക്കുറവ് അത് മാഞ്ഞ് അവൾ ആരായിരുന്നെന്നും അവള് മുമ്പ് എന്താ ചെയ്തിരുന്നുവെന്നുള്ള ആ ചിത്രങ്ങൾ അവളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് ഓർമ്മകൾ എടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അമ്മയെ കൂടുതൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതും ശോഭയുടെ മനസ്സിൽ വല്ലാത്ത ഭയം നിഴലിച്ചു. ഒടുവിൽ സച്ചി തന്റെ ജീവിതത്തിൽ തനിക്ക് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്നും തന്റെ സഹോദരൻ പോലും തന്നെ ഒറ്റയ്ക്കാക്കി തന്റെ ശത്രുവിന്റെ ഒപ്പം ശത്രുപാളയത്തിലേക്ക് നുഴഞ്ഞു കയറി കഴിഞ്ഞു. ഇനി താൻ ആർക്കു വേണ്ടി ഇങ്ങനെയൊരു കേസ് നടത്തണം? എല്ലാം തനിക്ക് നഷ്ടമായി കഴിഞ്ഞു. തനിക്ക് പ്രിയപ്പെട്ടവളായിരുന്ന അർച്ചനയെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അർച്ചന ഉപയോഗിച്ചിരുന്ന അർച്ചനയുടെ ബാഗ് മാത്രമാണ് തന്റെ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്താൻ സാധിച്ചത്. അതിലപ്പുറത്തേക്കൊന്നും തന്റെ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അർച്ചന എവിടെയാണെന്നോ അർച്ചനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനുള്ള ഒരു ഉത്തരവും കിട്ടിയില്ല. ജീവിതത്തിൽ ആകെ നിരാശ മാത്രമാണ് തനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കടൽക്കരയിൽ വന്ന് വേദനയോടെ നോക്കി നിൽക്കുന്ന സച്ചിക്കരികിലേക്ക് ആരതി എത്തണം. ആരതി വർമ്മ സച്ചിയെ സമാധാനപ്പെടുത്തുകയാണ്. എന്തിനാണ് സച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഈ കടൽക്കരയിൽ വന്നിങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ലാത്ത സച്ചി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ തന്റെ മനസ്സിന് നേരിട്ട ആ നഷ്ടബോധത്തെക്കുറിച്ച് സച്ചി വേദനയോടെ ആരതിയോട് അറിയിക്കുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ആരതി പറഞ്ഞു, സച്ചി നമ്മുടെ ശുഭാപ്തി വിശ്വാസം അങ്ങനെയൊന്നുണ്ട്, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. തീർച്ചയായിട്ടും സച്ചിയുടെ ഈ ശ്രമങ്ങൾക്കും ഈ പ്രയത്നങ്ങൾക്കും ഒക്കെ ഫലം കാണും. ഉടനെ തന്നെ സച്ചിയുടെ അർച്ചനയെ കണ്ടെത്താൻ കഴിയും. എൻ്റെ മനസ്സ് അങ്ങനെ തന്നെ പറയുന്നു. ഉടനെ തന്നെ സച്ചി അർച്ചനയ്ക്ക് അരികിൽ എത്തിച്ചേരുമെന്ന് അങ്ങനെ ഒരു വിശ്വാസവും അങ്ങനെ ഒരു പ്രതീക്ഷയും ഗൂഗിളിലേക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആരതി സമാധാനത്തോടെയും എല്ലാം ഉടനെ തന്നെ കലങ്ങി തെളിയുമെന്നുള്ള ഒരു ചിന്തയിൽ പ്രതീക്ഷയിൽ സച്ചി മുന്നോട്ട് നീങ്ങണമെന്നും അവന്തിക തട്ടിയെടുത്ത സ്വത്തുക്കളൊക്കെ ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സച്ചിക്കും കുടുംബത്തിനും തിരിച്ചു നൽകിയിരിക്കും താനെന്ന് ആരതി ഉറപ്പ് നൽകുമ്പോൾ
സച്ചിയുടെ മനസ്സിനുണ്ടായ ആ വേദനയ്ക്ക് ഒരല്പം ആശ്വാസം കണ്ടെത്താൻ ആരതിയുടെ വാക്കുകൾക്ക് സാധിക്കുന്നു. അപ്പോഴും സന്ദീപിന്റെ അരികിലേക്ക് എത്തിയ അവന്തികയുടെ ആവശ്യം എത്രയും വേഗം തന്നെ സന്ദീപിനെ കൊണ്ട് തനിക്ക് അനുകൂലമായി മൊഴി നൽകുക, അതോടൊപ്പം തന്നെ ഗോകുലിനെയും അർച്ചനയും ഒന്നിപ്പിക്കുക, അതായിരുന്നു അവന്തികയുടെ ഉദ്ദേശം. അതിനുവേണ്ട നീക്കങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്നതിനെ കുറിച്ച് തലപുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് രാവിലെ 10 മണിക്ക് തന്നെ ഗോകുലിന്റെ ഓഫീസിൽ താൻ എത്തിച്ചേരണമെന്നുള്ള ഗോകുലിന്റെ നിർദ്ദേശത്തെക്കുറിച്ച് അവന്തിക മനസ്സിലാക്കിയത്. ഇനിയും വൈകിയാൽ ഗോകുൽ ചിലപ്പോൾ അതിന് പണിഷ്മെന്റായി മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്നതുകൊണ്ട് കൃത്യം 10 മണിക്ക് തന്നെ അവന്തിക ഗോകുലിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നു. ഗോകുൽ അവന്തികയെ സ്വീകരിച്ചതിന് ശേഷം കറക്റ്റ് 10 മണിയായപ്പോൾ തന്നെ ഷാർപ്പ് ടൈമിൽ അവന്തിക എത്തിയല്ലോ അല്ലേ എന്ന് അന്വേഷിച്ചപ്പോൾ ഗോകുലിനോട് വളരെ ഫ്രണ്ട്ലി ആയി തന്നെ അവന്തിക സംസാരിച്ചു. ഗൂഗിൾ, സത്യത്തിൽ ഇങ്ങനെയൊരു മീറ്റിങ്ങിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ഗൂഗിളിന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് സംസാരിക്കാമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന്റെ ആവശ്യകത എന്തിനായിരുന്നു എന്ന് ഗൂഗിളിനോട് അവന്തിക അന്വേഷിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നത് തന്റെ ജോലി സംബന്ധമായ ഒരു കാര്യങ്ങൾക്കും തീരുമാനം താൻ വീട്ടിൽ നിന്നും ഉണ്ടാക്കുകയില്ല എന്നതായിരുന്നു. പിന്നെ എനിക്കിവിടെ നിഷ്പക്ഷമായിട്ട് മാത്രമാണ് കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് യാതൊരു രീതിയിലും തനിക്ക് ഈ ഒരു റിപ്പോർട്ടിൽ യാതൊരു രീതിയിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ കൃത്രിമം കാണിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നതും ഗൂഗിൾ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് താൻ ഇതിൽ കക്ഷി ചേർന്നിട്ടുള്ള ആളുകളെ അവരെ എൻ്റെ ഓഫീസിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയും അവരോട് പേഴ്സണലായിട്ട് എനിക്ക് എന്തെങ്കിലും അവരോട് പേഴ്സണലായിട്ട് ഒരു അടുപ്പം ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ ഒരു കേസിലേക്ക് ഞാൻ കേസുമായി ഒരിക്കലും കൂട്ടി കലർത്തുകയില്ല എന്ന് ഗൂഗിൾ ഓർമ്മപ്പെടുത്തി. ഉടനെ അവന്തികയോട് ചില ചോദ്യങ്ങൾ, നിർണായക ചോദ്യങ്ങൾ ഗൂഗിൾ ചോദിക്കുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അവന്തികയ്ക്ക് കഴിയാതെ പോവുകയാണ്. അവന്തിക തൻ്റെ സ്വന്തമാണ് ഈ കണ്ട സ്വത്തുക്കൾ എന്നൊക്കെ അഹങ്കാരത്തോടു കൂടി പറയുമ്പോൾ അതിൽ വിൽപത്രത്തിൽ എഴുതിയിരുന്ന സേതുമാധവന്റെ പേരക്കുട്ടിക്ക് സച്ചിയുടെ ദത്തുപുത്രിയായ അമ്മുക്കുട്ടിക്ക് വേണ്ടിയുള്ള ആ സ്വത്തുക്കളെ കുറിച്ചുള്ള ആ ഒരു മെൻഷനിങ് അത് കൃത്യമായി തന്നെ ഗൂഗിൾ അന്വേഷിച്ചു. അങ്ങനെ ഒരു വിൽപത്രം നിലനിൽക്കെ ഇങ്ങനെയൊരു സാഹസികത അല്ലെങ്കിൽ ഇങ്ങനെയൊരു രജിസ്ട്രേഷൻ എങ്ങനെ സാധ്യമായി എന്നതായിരുന്നു ഗൂഗിളിന്റെ ചോദ്യം. അതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി പറയാൻ അവന്തികയുടെ പക്കൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഗൂഗിൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവന്തികയെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ താൻ ഇതിന് കൃത്യമായ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് തന്നെ കോടതിക്ക് സമർപ്പിച്ചോളാമെന്ന് ഗൂഗിൾ ഓർമ്മപ്പെടുത്തുന്ന ആ സാഹചര്യത്തിൽ ഗൂഗിളിനോട് അവന്തിക മറ്റൊരു രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ് നടത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അർച്ചനയുമായിട്ടുള്ള ഗൂഗിളിന്റെ വിവാഹത്തെക്കുറിച്ച് അവന്തിക സംസാരിക്കുന്നു. തൽക്കാലം ഇതൊരു പേഴ്സണൽ മാറ്റർ അല്ല എന്നും അതുകൊണ്ട് തന്നെ പേഴ്സണൽ മാറ്റർ സംസാരിക്കാനായിട്ട് വീട്ടിൽ എത്തുമ്പോൾ സംസാരിക്കാമെന്നും ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ ഓഫീസ് അതിനുവേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് മറ്റൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും ഇവിടുത്തെ മീറ്റിങ്ങിന്റെ ഉദ്ദേശകത പൂർത്തിയായി ഇനി അവന്തികയ്ക്ക് മടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഗൂഗിൾ അവന്തികയെ പറഞ്ഞയക്കുമ്പോൾ തൻ്റെ നീക്കങ്ങൾ ഫലവത്താവുന്നില്ല എന്നും താൻ അവന്തികയുടെ മാത്രം അടിമകളായി ഗോകുലിനെയും അർച്ചനയും മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടും ഇത്രയും നേരമായും അതിന് വിജയപ്രതീക്ഷ ഉണ്ടാവുന്നില്ലല്ലോ എന്ന നിരാശ അവരുടെ മനസ്സിനെ അലട്ടുന്നു.